അല്ലാഹി വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് സമസ്ത സെൻറ്റർ കോഴിക്കോട് നടത്തുന്ന ഓൺലൈൻ ഖുർആൻ പഠന ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുവന്ദരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഷരീഫ് സ്ഫുടമായ അറബി ഭാഷയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏതൊരു ഭാഷയുടെയും അടിത്തറ എന്ന് പറയുന്നത് അതിൻ്റെ അക്ഷരമാലയാണെന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏതൊരു ഭാഷയുടെയും സ്ഫുടമായ സംസാരം എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത് അതിൻ്റെ അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള സംസാരം, എഴുത്ത് എന്നുള്ളതാണല്ലോ. അതുപോലെ സ്ഫുടമായ അറബിയിൽ ഇറക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആൻ ഷരീഫിനെ സുന്ദരമായി സ്ഫുടമായി തെറ്റുകൂടാതെ ഓതുക എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ പരിഗണന അറബിയുടെ 29 അക്ഷരങ്ങളെയും അതിന് പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുള്ള ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്ന് അതിന് നൽകപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നൽകപ്പെടേണ്ട മുഴുവൻ ഉച്ചാരണ വിശേഷണങ്ങളും അതിൻ്റെ ശബ്ദരൂപങ്ങളും പൂർണ്ണമായും നൽകി ഒന്നും നഷ്ടപ്പെടാതെ ഉച്ചരിക്കുക, ഖുർആൻ ഓതുക എന്നുള്ളതാണ്. അതിന് നമ്മെ സഹായിക്കുന്ന ഏക വിജ്ഞാന ശാഖയാണ് തജ്വീദുൽ ഖുർആനിൽ കരീം. ഈ വിജ്ഞാന ശാഖയുടെ സഹായം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വിജ്ഞാന ശാഖ ഇല്ലായിരുന്നുവെങ്കിൽ അറബികളായി ജനിച്ച ആളുകളുടെ ഖിറാഅത്തിൽ വരെ ധാരാളം അർത്ഥവ്യത്യാസങ്ങൾ സംഭവിക്കുന്ന പിഴവുകൾ വരുമായിരുന്നു. അതേസമയത്ത് അനർബികളായ മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മേൽ പറയപ്പെട്ട 29 അക്ഷരങ്ങളിൽ 11 12 അക്ഷരങ്ങൾ തീരെ മലയാളത്തിൽ ഇല്ലാത്തതാകുന്നു. അതുകൊണ്ട് തന്നെ നാം എഴുതുമ്പോഴും പറയുമ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ അക്ഷരങ്ങൾ ഏകദേശം മലയാളത്തിൽ അതിനോട് തുല്യമാകുന്ന ഒരു അക്ഷരമായി മാറുന്നു. അതുകൊണ്ട് തന്നെ തെറ്റുകൂടാതെ ഖുർആൻ ഓതുക എന്ന അള്ളാഹു ഓരോ മുഅ്മിനായ പുരുഷനും സ്ത്രീക്കും നിർബന്ധമാക്കിയിട്ടുള്ള കാര്യം നിർവഹിക്കണമെങ്കിൽ ആദ്യമായി തജ്വീദിൻ്റെ വിജ്ഞാനത്തിൽ നിന്ന് നാം പഠിച്ച് പരിശീലിക്കേണ്ടത് ഖുർആനിൻ്റെ അക്ഷരങ്ങളെയാകുന്നു. ആ അക്ഷരങ്ങളെ പഠിക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് ഒറ്റക്ഷരങ്ങളെ പഠിക്കലാവുന്നു. നമ്മൾ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ അറിയാം, ഇംഗ്ലീഷ് ഭാഷയുടെ അക്ഷരങ്ങളായ ABCD തുടങ്ങിയ 26 അക്ഷരങ്ങൾ ഒറ്റക്ഷരങ്ങളായി അതിൻ്റെ അക്ഷരമാല തന്നെ പറയുമ്പോൾ ചില അക്ഷരങ്ങൾ തമ്മിൽ മാറിപ്പോകുന്ന ഒരാൾക്ക് ഇംഗ്ലീഷിലുള്ള ഒരു സെൻറ്റൻസോ ചെറിയൊരു വാക്കുപോലുമോ പറയുമ്പോൾ പിഴവ് സംഭവിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ മലയാള ഭാഷയുടെ അവസ്ഥയും അങ്ങനെ തന്നെ. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ, മറ്റു ചെറിയ സൂറത്തുകളെങ്കിലും നാം കറക്റ്റായി ഓതാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, ഖുർആനായി അതിനെ പരിഗണിക്കപ്പെടുന്ന രൂപത്തിൽ പാരായണം ചെയ്യാൻ സാധിക്കണമെങ്കിൽ അറബി അക്ഷരങ്ങൾ നല്ല നിപുണനായ ഖാരി ആയ ഒരാളുടെ മുന്നിൽ ആദ്യം ഒറ്റക്ഷരമായി അലിഫ്, ബ, ത, സ തുടങ്ങിയ രൂപത്തിലും പിന്നീട് കൂട്ടക്ഷരങ്ങളായി അതിന് ഹറക്കത്തുകളും സുക്കൂനുകളും ഷദ്ദും തെൻവീനുമെല്ലാം നൽകുന്ന ഖുർആനിൻ്റെ വാക്കുകളിൽ വരുമ്പോഴുള്ള വ്യത്യസ്തമായ അവസ്ഥകളെ ഉച്ചരിച്ച് ശരിയാക്കി കേൾപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ ഖുർആനിൻ്റെ പദങ്ങളെടുത്തുകൊണ്ട് ശരിയാക്കുക. പിന്നീട് ആയത്തുകളിൽ അതേ ഉച്ചാരണം പരിശീലിച്ചുകൊണ്ട് കേൾപ്പിച്ചു കൊടുക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠനത്തിൻ്റെ, എത്ര വലിയ ആൾ, എത്ര പണ്ഡിതനാണെങ്കിലും, ഉസ്താദാണെങ്കിലും, രക്ഷിതാവാണെങ്കിലും, വിദ്യാർത്ഥിയാണെങ്കിലും, ആരാണെങ്കിലും ഈ ഒരു തെർത്തീബിൽ പോയാൽ വിശുദ്ധ ഖുർആൻ പഠനം വളരെ സിമ്പിളാവും. തജ്വീദ് ഇല്ലാതെ നമുക്ക് ശരിയായ ഖുർആൻ പാരായണം സാധ്യമല്ല
എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ അറബി അക്ഷരങ്ങളുടെ ഒറ്റക്ഷരമായിട്ടുള്ള രൂപവും ഭാവവും ശബ്ദവും ശൈലിയും എങ്ങനെയെന്ന് ഈ ചെറിയ എപ്പിസോഡുകളിലൂടെ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ്സുകൾ എടുക്കുന്ന നമുക്കും കേൾക്കുന്നവർക്കും വളരെയധികം ഫലപ്രദമാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഞാൻ പറയുമ്പോഴുള്ള ശബ്ദവും അത് ഉച്ചരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് ഉച്ചാരണ അവയവങ്ങളിൽ നിന്ന് നാം കാണുന്ന ഭാഗങ്ങളും നിങ്ങൾക്ക് പ്രത്യേകം നോട്ട് ചെയ്യാൻ കഴിയുന്ന ഭാഗങ്ങളും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, വായയുടെ മുൻഭാഗം എങ്ങനെയൊക്കെയാണ്, ചുണ്ടുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങൾ വളരെയധികം സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും പല പ്രാവശ്യം അത് കേൾക്കുകയും കാണുകയും ചെയ്യുകയും ഓരോ അക്ഷരങ്ങളും കേൾക്കുമ്പോൾ ആ ഓർഡറിൽ തന്നെ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമാണെന്ന് തോന്നുന്ന അക്ഷരങ്ങളെ പ്രത്യേകം മാർക്ക് ചെയ്ത് അത് ശരിയാകുന്നത് വരെ പരിശീലിക്കുകയും ചെയ്യണം. ഒരു എഴുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയോടാണ് ഖുർആൻ പഠനത്തെ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ ഉപമിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മലയാള അക്ഷരങ്ങൾ ഫസ്റ്റിൽ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു അ എന്ന അക്ഷരം തന്നെ എത്ര പ്രാവശ്യം നമ്മൾ എഴുതുന്നു. 1, 2, 3 പേജ് ഒരേ അക്ഷരം, ഒരേ എ എന്ന അക്ഷരം ക്യാപിറ്റലായും അതേപോലെ തന്നെ സ്മോൾ ലെറ്ററായും എത്ര പ്രാവശ്യമാണ് എഴുതുന്നത്. അത് എത്ര പ്രാവശ്യമാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് എപ്പോഴാണോ അത് കറക്റ്റായി അധ്യാപകൻ പഠിപ്പിച്ച എഴുത്തിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് സിമ്പിളായി എഴുതാൻ കഴിയുന്നത് അത്ര വരെ എഴുതണം, അല്ലേ? അതിന് 25 എന്ന് കണക്കില്ല, 30 എന്ന കണക്കില്ല. കാരണം നമുക്ക് എഴുതാൻ സാധിക്കുന്നത് വരെ എഴുതുക എന്നുള്ളതാണ്, ആവർത്തിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഈ അക്ഷര പഠനത്തിൻ്റെ, ഖുർആൻ പാരായണം പരിശീലിക്കുന്നതിൻ്റെ ഒരു സ്വഭാവമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അക്ഷരങ്ങൾ നല്ല മഹാറത്തുള്ള നൈപുണ്യമുള്ള ഖാരിഈങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ആവുന്നത് വരെ, നിങ്ങളുടെ സാധാ ഉച്ചാരണം ആവുന്നത് വരെ പരിശീലിച്ചു കൊണ്ടിരിക്കുക, ആവർത്തിക്കുക, നിർബന്ധമായും എഴുതി വെക്കുക. പ്രത്യേകമായ ഓരോ അക്ഷരത്തിൻ്റെ ഉച്ചാരണ സ്ഥാനമോ വിശേഷണമോ ശബ്ദരൂപമോ അതിൽ വരാവുന്ന പിഴവുകളോ പറയുമ്പോൾ നിങ്ങളെല്ലാം അത് നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചുകൊണ്ട് ആ ശരി സിമ്പിളായി നമുക്ക് ഉച്ചരിക്കാനും പിഴവുകളിൽ നിന്ന് പൂർണ്ണമായും മുക്തമായി മൊഴിയാനും നിഷ്പ്രയാസം കഴിയുന്നത് വരെ ആവർത്തിക്കുകയും വേണം. ഇത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖും ഇഖ്ലാസും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറബി അക്ഷരങ്ങളുടെ പേര് അൽ ഹുറൂഫുൽ ഹിജായിയ്യ അല്ലെങ്കിൽ ഹുറൂഫുൽ ഹിജാഇൽ അറബിയ്യ, ഇങ്ങനെയൊക്കെ പേരുണ്ട്. ഇത് അൽ ഖാഇദത്തുൻ നൂറാനിയ എന്ന് പറയുന്ന ഒരു കിതാബിൻ്റെ 1ാമത്തെ പാഠമായതുകൊണ്ട് അദ്ദർസുൽ അവ്വൽ ഹുറൂഫുൽ ഹിജാഇൽ മുഫ്രദ എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അറബി അക്ഷരങ്ങളുടെ 1ാമത്തെ അക്ഷരം അലിഫ് എന്നുള്ളതാണ്. അലിഫ്. ഞാനത് വായിക്കുമ്പോൾ അതേ രൂപത്തിൽ തന്നെ നിങ്ങൾ 2-3 പ്രാവശ്യം കേട്ടതിന് ശേഷം കൂടെ പറയുക. അലിഫ് 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 ബ ബ ബ ത ത ത സ സ സ ജീം ജീം ജീം. ഇനി നിങ്ങൾ നോക്കൂ, അലിഫ് എന്ന് പറയുമ്പോൾ അവസാനമായി ആ അക്ഷരത്തിൻ്റെ പേരിലുള്ളത് ഫ ആണ്, അല്ലേ? അലിഫ്. ആ ഫ അറബിയിൽ ഉച്ചരിക്കേണ്ടത് ഞാനിപ്പോൾ ഉച്ചരിച്ചതുപോലെ
എന്ന കാറ്റോടുകൂടെയാകുന്നു. അതുപോലെ അലി എന്ന ഹറക്കത്തിനെ ഉച്ചരിക്കേണ്ടത് നീട്ടാതെ അലിഫ്, അലീഫ് എന്നല്ല അലിഫ്. ഈ അക്ഷരത്തിൻ്റെ സ്വഭാവം നേർപ്പിച്ചു പറയണം. ചുണ്ടുകൾ ഉള്ളിലോട്ട് മടക്കാതെ, രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ ബ എന്ന് പറയാതെ ബ ബ. ഖുർആനിൽ എവിടെ ബ കണ്ടാലും ഈ ഒരു ടോൺ, ഈ ഒരു ശബ്ദമാണ് നാം നൽകേണ്ടത്. നേർത്ത സ്വരമാണ്. ബ തവ്വാബ എന്ന് പറയില്ല. തവ്വാബ ഫഖദ് ബ, ഇങ്ങനെയാണ്. അടുത്ത അക്ഷരം നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ ഉച്ചരിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ത ത. അപ്പോൾ മലയാളത്തിൽ തല എന്ന് പറയുന്നത് പോലെയല്ല, അറബിയിൽ ത ല എന്ന് വായിക്കുമ്പോൾ തല പാരായണം ചെയ്തു, തല. അതുപോലെ മലയാളത്തിൽ തത്ത എന്ന് നമ്മൾ പറയും. ഖുർആനിൽ രണ്ട് ത, രണ്ടാമത്തതിന് ഷദ് കണ്ടാൽ ഒരിക്കലും ആ ശബ്ദം വരില്ല. മറിച്ച് തത്ത തത്തഖൂന തത്തഖൂന. മനസ്സിലായല്ലോ? അപ്പോൾ നാവ് പുറത്ത് കാണാൻ പാടില്ല. മലയാളത്തിൽ ചിലപ്പോൾ നമ്മൾ തത്ത എന്ന് പറയുമ്പോൾ നാവ് ഈ പല്ലിൽ തട്ടും. അറബിയിൽ പറയുമ്പോൾ പല്ലിൻ്റെ മുരട്ടിലാണ് തട്ടുക, പുറത്തേക്ക് വരില്ല. അടുത്ത അക്ഷരം പറയുമ്പോൾ നമ്മൾ നാവിൻ്റെ തെല്ല് ഒരൽപ്പം മേലെ മുമ്പല്ലിൻ്റെ തെല്ലിൽ കണ്ണാടിയിൽ നോക്കിയാൽ അതിൻ്റെ ചെറിയൊരു ഭാഗം കാണുന്ന രൂപത്തിൽ, കാറ്റ് വളരെ സിമ്പിളായി മൂവ് ആവുന്ന രൂപത്തിലും അക്ഷരത്തിൻ്റെ ശബ്ദവും അതേപോലെ എസ് എസ് എസ്. അൽ മബ്സൂസ് അന്നഫാസാതി. കേട്ടോ, ഈ സ പറയുമ്പോൾ മലയാളികൾ പൊതുവെ നഫാസാതി ഇങ്ങനെ പറയും. കാറ്റില്ലാതെ പറയുമ്പോൾ അതേ പോയിന്റിൽ നിന്ന് വരുന്ന ദാല് പോലെ ആയിപ്പോവും. അല്ലെങ്കിൽ ത എന്ന് തന്നെ കേൾക്കും. ഥ ഥ അമർത്തി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സ മെല്ലെ സോഫ്റ്റ് ടച്ചിങ് ആണ്. അതേപോലെ ഇത് നാവ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഉസ്മാൻ എന്ന് തെറ്റിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉസ്മാൻ എന്നാണ്. ഉസ്മാൻ. വ ഉമ്മു കുൽസൂമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ പേര് നമ്മൾ പറയുമ്പോൾ ഉമ്മു കുൽസൂം എന്നാണ്, കുൽസു അല്ല. മൂന്നിന് സലാസഹ് എന്ന് ഓതിപ്പോകരുത്. ഖുർആനിൽ പല സ്ഥലത്തും വന്നിട്ടുണ്ട് സലാസഹ്. അപ്പം സ, അതോടൊപ്പം സ എന്ന് പറഞ്ഞാൽ കാറ്റ് നടക്കലും എല്ലാം ശരിയായാലും വലിയൊരു ഫത്ഹ പറഞ്ഞു. അങ്ങനത്തെ ഫത്ഹ അറബിയിൽ ഈ ഇതുപോലത്തെ അക്ഷരങ്ങൾ ഉച്ചരിക്കുകയില്ല. സ സ സ. അടുത്ത അക്ഷരം ജീം ജീം. ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ നമ്മൾ നാവിൻ്റെ മധ്യവും മേലെ അണ്ണാക്കുമാണ് ഉപയോഗിക്കുന്നത്. ആ ഉപയോഗിക്കുമ്പോൾ തന്നെ മലയാളത്തിലെ ജലം, ജാഥ എന്ന് പറയുന്നൊരു സ്വഭാവം അല്ല. കാരണം എന്തുകൊണ്ടെന്നറിയോ? ഇത് ലൈറ്റ് വോയിസ്, ലൈറ്റ് സൗണ്ടാണ്. വായ ഫില്ല് ചെയ്ത് പറയരുത് ഈ അക്ഷരം. ജ എഫ് വ ജ ജ ഇങ്ങനെയാണ്. ഫി ജി ദി ഹ. അതേപോലെ ഈ അക്ഷരം ഹാർഡാണ്. കാറ്റ് സായിനെ പോലെ കാറ്റ് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റ് നടന്നാൽ നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോൾ 3 പുള്ളിയുള്ള ഒരു ജീമ് കാണാം. അത് ഛ എന്ന മലയാള അക്ഷരത്തെ കുറിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അറബിയുടെ ലെറ്റർ അല്ല. അതുകൊണ്ട് തന്നെ റജീം എന്നായി പോകുന്നത് കാറ്റ് നടന്നത് കൊണ്ടാണ്. അപ്പോൾ മഖ്റജ് ഒന്നുകൂടെ ബേക്കോട്ട് പോയി കറക്റ്റ് മധ്യം കൊണ്ട് നമ്മൾ ജീം എന്ന് പറയണം. ജ ജി ജു. പിന്നെ അജ് എന്നല്ല, അജ് അൽ ബുറൂജ് എന്ന് പറഞ്ഞു നോക്കൂ. ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ധാരാളം പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു നോക്കുക, തിരിച്ചു വായിച്ച് നോക്കുക, വായിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വരി അക്ഷരങ്ങൾ നമുക്ക് അടുത്ത ക്ലിപ്പിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.